ഹായ് കൂട്ടുകാരെ, ഒത്തിരി നാളായി ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ നമുക്കിന്ന് മാങ്ങ വെച്ചൊരു ഡിഷ് ഉണ്ടാക്കാമേ. അതിന് ഞാൻ ഒരു ദിവസത്തേക്കൊന്ന് നാട്ടിൽ പോയപ്പോൾ കുറച്ച് മാങ്ങ കൊണ്ടുവന്നതായിരുന്നു. ഇത് ഒരുമാതിരി വിളഞ്ഞ മാങ്ങയാണ്, ഒത്തിരി ഒന്നും വിളഞ്ഞിട്ടില്ല. ഇത് നമുക്കൊന്ന് തോല് ചെത്തി എടുത്തുകൊണ്ട് വരാം. അങ്ങനെ മാങ്ങ ഞാൻ തോല് ചെത്തി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്യാം. ഇത് ഞാനിങ്ങനെ അരിഞ്ഞെടുത്തായിരുന്നു. ഇതിൽ നിന്ന് നമുക്കിതിനെ രണ്ടായിട്ടെടുക്കാം. ഇങ്ങനെ നീളത്തിൽ തന്നെ ഇരിക്കട്ടെ. ഇത് ആ സൈഡിലത്തെ പീസാണ്. ഇച്ചിരി അങ്ങ് കനം കുറയ്ക്കാം. നമുക്ക് കട്ടായി പോകരുത്. കട്ടായി പോവാതെ ഇങ്ങനെ കനം കുറച്ചെടുക്കുക. നമുക്കിതും അതുപോലെ തന്നെ ഈ പലക വെച്ചിട്ട് നമ്മുടെ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കണ്ടോ, ഈ രീതിയിൽ. ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇച്ചിരി ഉപ്പ് വെള്ളത്തിനകത്തിട്ട് കഴുകിയെടുക്കണം. എന്തിനാണെന്ന് ചോദിച്ചാൽ പുളിയൊക്കെ ഉണ്ടെങ്കിൽ ആ പുളിയൊക്കെ ഒന്ന് പോകാനായിട്ടാണ്. നമുക്ക് അങ്ങനെ മാങ്ങ എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. വലിപ്പം കൂടുതലുണ്ടെങ്കിൽ അതൊന്നും കൂടെ നമുക്കൊന്ന് ചെറുതാക്കിയെടുക്കാം. ഇച്ചിരി വലുതായിരുന്നു, അപ്പോൾ അത് ശകലം കൂടെ ഒന്ന് ചെറുതാക്കിയെടുക്കാം. ഇങ്ങനെ നീളം കുറയ്ക്കണ്ട, അത് മാത്രം. എല്ലാം നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. മാങ്ങ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളത്തിനകത്തോട്ട് നമുക്കൊരു ശകലം ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തുകൊണ്ട് വരാം. 2-3 പ്രാവശ്യം കഴുകിയെടുക്കാം. ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സ്വീറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം മധുരത്തിനാവശ്യമായ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാമേ. ഞാനിപ്പോൾ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മെൽറ്റാവട്ടെ. നമ്മുടെ മാങ്ങയെല്ലാം ഞാൻ കഴുകി വാരി വെള്ളം വാലാനായിട്ട് ഒരു ഓട്ടപാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പഞ്ചസാര ഒന്ന് മെൽറ്റാകണം. നമുക്ക് ഇപ്പം മധുരമൊക്കെ ഏറെ വേണമെന്നുണ്ടെങ്കിൽ ശകലം കൂടെ പഞ്ചസാര ഇടാം. ഇപ്പം ഞാനിവിടെ എല്ലാവർക്കും ഷുഗറും അത് ഇതുമൊക്കെ ആയ കാരണം കുറച്ചേ ഇടുന്നത്. ഇതിനകത്തോട്ട് നമുക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒത്തിരി വേണ്ട, ഒരു പിഞ്ച്. നന്നായിട്ടത് തിളക്കട്ടെ. അങ്ങനെ നമ്മുടെ പഞ്ചസാരപ്പാനി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഒരു നൂൽ പരുവൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ച് വെച്ചാൽ മതി. തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന നമ്മുടെ മാങ്ങ ഇതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിക്കുക. ഈ പഞ്ചസാരപ്പാനിക്കകത്തൊന്ന് വേകണം ഇത്. ഒന്ന് തുറന്ന് നോക്കാം നമുക്ക്. ഈ വെള്ളമെല്ലാം ഒന്ന് പറ്റി വരണം, പഞ്ചസാര പാനി ഒന്ന് പറ്റി വരണം. നമുക്ക് അതുവരെ നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ
അങ്ങനെ നമ്മുടെ മാമ്പഴം എല്ലാം നമ്മുടെ പഞ്ചസാരപ്പാനിക്കകത്ത് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഇച്ചിരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം, ചില്ലി പൗഡർ. ഒത്തിരി ഒന്നും വേണ്ട. ഇത് കാശ്മീരിയാണ്, എരിവ് ഒത്തിരി ഒന്നും ഇല്ല ഇതിന്. ഇനി ഒരു സാധനം ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കും. ഇതിൻ്റെ എരിവേ ഉള്ളൂ, അതിന് എരിവൊന്നുമില്ല. അത് കളറിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഒരു മധുരവും പുളിയും എരിവും എല്ലാം കൂടെ ഉള്ള ഒരു ഐറ്റമാണിത്. അടിപൊളി ടേസ്റ്റായിട്ട് കേട്ടോ. അപ്പോൾ മാമ്പഴത്തിൻ്റെയും പച്ചമാങ്ങയുടെയൊക്കെ സീസണല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി ചെയ്യാം. നമ്മൾ കാശ് കൊടുത്തിപ്പം മാങ്ങ സീസൺ ഇല്ലാത്തപ്പം മേടിച്ച് ചെയ്യുമോ? ഇല്ല, നമുക്കുള്ളത് കൊണ്ട് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നു. കണ്ടോ, കാണാൻ തന്നെ ഒരു അടിപൊളിയല്ല. ഇച്ചിരി കൂടെ പറ്റി കഴിഞ്ഞിട്ട് നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പച്ചമാങ്ങ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. നമുക്കിതിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. കണ്ടോ, ഇത്രയും മതി. ഇനി പഞ്ചസാരപ്പാനിയെല്ലാം തണുക്കുമ്പോഴത്തേക്ക് ഇതിനകത്തൊന്ന് പിടിക്കും. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ പച്ചമാങ്ങ കൊണ്ടുള്ള സൂപ്പർ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. കുട്ടികളൊക്കെ ഇഷ്ടപ്പെട്ട് കഴിക്കും. ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു മധുരവും പുളി എരിവും എല്ലാം കൂടെ ഉള്ള ഒരു അടിപൊളി സാധനമാണ് കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ ഐറ്റം കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ ബൈ.